ബൈത്തുൽ മഅമൂർ എന്താണ്? ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൊരു വീട്. അതിപ്പോ അങ്ങനെ പറയണത്. നമുക്ക് ബൈത്തുൽ മഅമൂറിൽ പോകാന്നാ പറയുന്നത്. മുഹമ്മദ് നബി ബൈത്തുൽ മഅമൂറൊക്കെ കണ്ടുവന്നു ഇസ്രായിൽ മിഅ്റാജിന്റെ അന്ന്. അല്ലെ, ബൈത്തുൽ മഅമൂറിന്റെ അവിടെ പോയി വന്നു എന്നാ പറയണത്. വത്തൂരി വ കിതാബിൻ മസ്തൂർ എന്ന് പറഞ്ഞിട്ട് വൽ ബൈത്തുൽ മഅമൂർ വൽ ബഹ്റിൽ മസ്ജൂർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ എന്താ നല്ലതെന്നോ? ഇപ്പോഴത്തെ ആളുകൾക്ക് നല്ല എളുപ്പ വഴിയാണ്. ഒരു സംഗതി അറിയില്ലെങ്കിൽ അതിനെ നിഷേധിക്കും. അത് എളുപ്പമാണ്, പണിയില്ലല്ലോ. മറ്റത് ഇത് പഠിച്ച് മനസ്സിലാക്കി ഇതിന്റെ ആഴങ്ങളിലേക്ക് പോയി മണിക്കൂറുകളും ദിവസങ്ങളും ചിലപ്പോ 5-8 മണിക്കൂറൊക്കെ അങ്ങനെ ഇരുന്ന് തന്നെ അറിയുന്നുണ്ടാവില്ല ചിലപ്പോ എവിടെ ഇപ്പൊ നമ്മളെന്നുള്ളത്. പിന്നെ 5-8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ബോധം വരിക. അപ്പൊ 8 മണിക്കൂറായാലോ ഞാൻ അതിന്റെ പിന്നിലിരിക്കണു. മറ്റത് സുഖമാണ്. ഈ കിതാബ് പോക്കാന്നാണ് പറഞ്ഞാൽ മതി. ഒരു പുസ്തകം പോക്കാണ് അത് എന്നാണ് പറഞ്ഞാൽ മതി. വളരെ എളുപ്പമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. പണിയൊന്നുമില്ല, അധ്വാനിക്കൊന്നും വേണ്ട. ആ പുസ്തകം പോക്കാണ്. അള്ളാഹു നിസ്കാരത്തിനെ വിളിച്ചിട്ട് നിസ്കരിക്കാത്ത ആളുകളെ ശിക്ഷിക്കുന്ന അള്ളാഹു പോക്കാണ്. വളരെ പോക്കാണ് അള്ളാഹു. പറയാൻ എളുപ്പമാണ്. പക്ഷേ ഏത് പുസ്തകമായിട്ട്, ഈ പുസ്തകം ആകണമെന്നല്ല, ഏത് പുസ്തകത്തെയാണെങ്കിലും അതിനെ സൂക്ഷ്മമായി പഠിക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് വിലയിരുത്തുകയും ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കഠിനാധ്വാനം വേണ്ട പണിയാണ്, കുറച്ച് പ്രയാസം സഹിക്കേണ്ട പണിയാണ്. അതുകൊണ്ട് ആളുകൾ ഈ സുഖലോലുപന്മാരാണ്. അവർക്ക് എന്താന്ന് പറഞ്ഞാല് എല്ലാം നിഷേധിക്കാം. ബൈബിള് തെറ്റ്, ഗീത തെറ്റ്, ഖുർആൻ തെറ്റ്, പിന്നെ എന്താ ശരി? ഞങ്ങൾ പറയുന്നത് മാത്രം ശരി. നിങ്ങൾ എന്താ പറയണത്? ഞങ്ങളൊന്നും പറയണില്ല, ഞങ്ങൾ ഇങ്ങനെ പറയുന്നേ. എന്താ ഇതിന് ബദലെന്താ വെക്കാനുള്ളത്? ബദലൊന്നും ഞങ്ങളുടെ അടുത്ത് വെക്കാനൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ തെറ്റാണ്. അതാ ഞാൻ പറഞ്ഞത്. വളരെ സംഗതി എളുപ്പമാണ്. ഇപ്പൊ ബൈത്തുൽ മഅമൂർ അള്ളാന്റെ അടുത്തൊരു വീടാത്തരെ ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ എളുപ്പമാണ്. ആലുംറാൻ അമറ ഇമ്രാൻ മഅമൂർ എന്ന് പറഞ്ഞാല് ബൈത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെട്ടാൽ അവൻ ബൈത്തുൽ മഅമൂറിലാണ്. അവൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിജ്ഞാനങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയാൽ അവന്റെ കൽബ് ബൈത്തുൽ മഅമൂറാണ്. ഒരു മനുഷ്യന്റെ കൽബ് സലീമായാൽ അവന്റെ കൽബ് ബൈത്തുൽ മഅമൂറാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തയിലേക്ക് അറിവുകൾ നേടി അവന് അഹ്ലുൽ ഇർഫാൻ അറിവുകളുടെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടാൽ അവന്റെ ഹൃദയം ബൈത്തുൽ മഅമൂറാണ്. ഇങ്ങനെ ബൈത്തുൽ മഅമൂറിനൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടത്. അത് ഇപ്പോൾ സദാ സജീവമായി അതിനെ നാഗരികമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ഹൃദയത്തെ, അവന്റെ കൽബിനെ. അപ്പോൾ ആ കൽബ് മഅമൂറായി നിൽക്കുകയാണ്. അതാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ. അത് ഏതോ ഒരു വാനലോകത്ത് എവിടെയോ 7-ാം ആകാശത്തിൽ എവിടെയോ അള്ളാഹ് ഇരിക്കുന്നിടത്ത് ഒരു ബൈത്തുൽ മഅമൂർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ആളുകൾക്ക് ചിന്തിക്കുന്ന മനുഷ്യർ. ബൈത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്, കൽബാണ്. അത് മഅമൂറാകുന്നത് എപ്പോഴാണ്? ഈ വുജൂദ് അവനിലേക്ക് ലുഹൂറാവുമ്പോൾ, ഈ ചുറ്റുപാടുകൾ പ്രപഞ്ചത്തിലെ ഓരോന്നും അവന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ ചിന്തയിലേക്ക് ലാഹിറാവുമ്പോൾ അവന്റെ ബൈത്ത് മഅമൂറാവും. അവന് അറിവുകൾ ഓരോന്നും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ബൈത്ത് സദാ എലൈവാണ്, മഅമൂറാണ്. അവന്റെ കൽബ് സലീമായി മാറുമ്പോൾ അവന്റെ ബൈത്ത് മഅമൂറാണ്. അത് മരീളായ മഅമൂർ പോയി, രോഗാതുരമായ കൽബായ അത് മഅമൂർ പോയി. അത് വിജ്ഞാനത്തിലേക്ക് സലീം കയറിക്കൊണ്ടിരിക്കുമ്പോൾ അത് മഅമൂറാണ്.